വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൊമേഴ്സ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു റീസെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ESG. സോ നമുക്ക് സമയം കളയാതെ ESG എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ESG? ESG reporting is the disclosure of data explaining a business's impact and added value in three areas, that is environment, social, corporate governance. That means ഒരു ESG എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈ മൂന്ന് ഏരിയയിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂസും അതുപോലെ തന്നെ ഈ മൂന്ന് ആസ്പെക്ട്സിൽ നിന്ന് ഉണ്ടാകാവുന്ന ഇമ്പാക്ട്സും കൂടെ ചേർന്നിട്ടുള്ള അതിൻ്റെ ഡേറ്റാസിനെ, അതിൻ്റെ ഇൻഫോർമേഷൻസിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ESG എന്ന് പറയുന്നത്. സോ ESG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈ മൂന്ന് ഏരിയ അല്ലെങ്കിൽ ഈ മൂന്ന് ആസ്പെക്ട്സിൽ നിന്ന് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ലഭിക്കുന്ന വാല്യൂസും അതുപോലെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണോ അതിനെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ESG എന്ന് പറയുന്നത്. Then നമുക്കിനി ESGയുടെ ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, then here E stands for environmental. The environmental criterion considers how companies use energy and manage their environmental impact as stewards of the planet. Factors considered are energy efficiency, climate change, carbon emission, biodiversity, air and water quality, deforestation and waste management. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ എൻവയോൺമെന്റിനോട് ചെയ്യുന്ന നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബൂമറാങ് പോലെ നമ്മൾക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. സോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്സും വാല്യൂസും ഇന്നത്തെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ കാണിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസി, ക്ലൈമാറ്റിക് ചേഞ്ചസ്, നമ്മുടെ ഓർഗനൈസേഷൻ മൂലം ഉണ്ടാകുന്ന കാർബൺ എമിഷൻസ്, ബയോഡൈവേഴ്സിറ്റി പ്രോബ്ലംസ്, നമ്മൾ പൊല്യൂഷൻസ്, നമ്മൾ എങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന വാല്യൂസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. കമ്പനീസ് ഡു നോട്ട് കൺസിഡർ ദീസ് എൻവയോൺമെന്റൽ റിസ്ക് മേ ഫേസ് അൺഫോർസീൻ ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഇൻവെസ്റ്റർ സ്ക്രൂട്ടിനി. കാരണം ഇപ്പോൾ നമ്മൾ എൻവയോൺമെന്റിനോട് ചെയ്യുന്ന ഒരു ദൂഷ്യമായ കാര്യം ഫ്യൂച്ചറിൽ നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് എൻവയോൺമെന്റൽ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് S for social. The social criterion examines how a company fosters its people and culture and how that ripple affects on the broader community. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ജനറൽ പബ്ലിക് എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സോ ഇവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ്, സോഷ്യൽ ആനിമൽ ആണ്, ഹി ഈസ് എ സോഷ്യൽ ആനിമൽ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും ഒരു ഓർഗനൈസേഷനിലുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, സോഷ്യലി നമ്മൾ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സോഷ്യൽ എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഗവേണൻസ് മീൻസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഇന്റേണൽ സിസ്റ്റം ഓഫ് കൺട്രോൾ ആൻഡ് പ്രാക്ടീസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് it ensures transparency in industry best practices and includes dialogue with regulators. Factors considered are the company's leadership, board composition, executive compensation, audit committee structure, internal controls and stakeholder rights, bribery, corruption, lobbying, political contribution and whistleblower programs. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ കൺട്രോൾ സിസ്റ്റം, ഒരു പ്രൊസീജിയേഴ്സ്, നിയമപരമായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇന്റേണൽ സിസ്റ്റം ഓഫ് കൺട്രോൾ, ദെൻ എക്സിക്യൂട്ടീവ്സിനെ എങ്ങനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്, കമ്പനിയുടെ ലീഡർഷിപ്പ്, ഓഡിറ്റിങ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്, കറപ്ഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഗവേണൻസ് എന്ന് പറയുന്ന ഫാക്ടറിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഫാക്ടേഴ്സിനെ ഞാനൊന്ന് ബ്രീഫ് ചെയ്തിരിക്കുകയാണ് ഈ സ്ലൈഡിൽ, എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ്. അപ്പം ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇത് എൻവയോൺമെന്റിനകത്ത് നമ്മൾ നോക്കുന്നതാണ്. എനർജി യൂസ് എഫിഷ്യൻസി, എയർ പൊല്യൂട്ടൻസ്, വാട്ടർ യൂസ്, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വർക്ക് ഫോഴ്സ്, വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കസ്റ്റമർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അപ്പോൾ അതായത് ഒരു
മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് എംപ്ലോയീസും കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇവരുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, അവരുടെ ബെറ്റർമെന്റ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സിന് അത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഗവേണൻസിനകത്ത് നമ്മൾ നോക്കുന്നത് ഒരു ഗവേണൻസ് ഭാഗത്തു നിന്ന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് കോഡ് ഓഫ് കണ്ടക്ട്, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, ഡിസ്ക്ലോഷർ, എക്സിക്യൂട്ടീവ് പേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജി എന്ന് പറയുന്നത്, ഗവേണൻസ് എന്ന് പറയുന്ന ഫാക്ടറിനകത്ത് നോക്കുന്നത്. നെക്സ്റ്റ്, വൈ ദിസ് ESG? എന്തുകൊണ്ട് നമ്മൾ ESG എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഈ ഒരു ടേം റീസെൻ്റ്ലി ഒറിജിനേറ്റ് ചെയ്തതാണ്. ഇപ്പോഴൊക്കെ കമ്പനീസിനകത്ത് ESG റേറ്റിംഗ് നമ്മൾ നോക്കുന്നുണ്ട്. MSIC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇത് എല്ലാ കമ്പനികൾക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് കമ്പൽസറി അല്ല എങ്കിൽ പോലും മിക്ക കമ്പനീസും അത് വോളണ്ടറി ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി നോക്കുന്നുണ്ട് ESG റേറ്റിംഗ് എങ്ങനെയുണ്ട്, നല്ല റേറ്റിംഗ് ആണ്, ആവറേജ് ആണോ, ബെറ്റർ ആണോ എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട്. അതിന്റെ ബേസിസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ട് ഈ ESG എന്ന് പറയുന്ന ടേം ഒറിജിനേറ്റ് ചെയ്ത് വന്നു? ദെൻ ടു എ കോർപ്പറേറ്റ്സ്, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇത് എങ്ങനെ ഹെൽപ്ഫുൾ ആണ്? With an ESG license, companies can leverage their ESG rating risk and data as a part of their capital raising activities, marketing and promotional programs and sustainability initiatives. അതായത് ഈ ESG റേറ്റിംഗ്, നല്ലൊരു ESG റേറ്റിംഗ് ഉള്ള ഒരു കമ്പനിക്കാണെങ്കിൽ അത് അവർക്ക് അതിൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം. അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഷോ ചെയ്യാനായിട്ടും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ESG റേറ്റിംഗ് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വെൻ ടോക്ക് അബൌട്ട് ദി ഇൻവെസ്റ്റേഴ്സ്, ഇത് എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ESG റിപ്പോർട്ടിംഗ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ടു അവോയ്ഡ് കമ്പനീസ് ദാറ്റ് മൈറ്റ് പോസ് എ ഗ്രേറ്റർ ഫിനാൻഷ്യൽ റിസ്ക് ഡ്യൂ ടു ദർ എൻവയോൺമെന്റ് പെർഫോമൻസ് ഓർ അതർ സോഷ്യൽ ഓർ ഗവൺമെന്റൽ പ്രാക്ടീസസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ESG ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകാവുന്ന ഫിനാൻഷ്യൽ റിസ്ക്, ഓരോ കമ്പനിക്കും ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ നമുക്ക് നാളെ തിരിച്ചു കിട്ടും. അപ്പം ഈ ഫിനാൻഷ്യൽ റിസ്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏതൊക്കെ ഫാക്ടേഴ്സിലാണ് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സിൽ നിന്നുണ്ടാക്കുന്ന ഇമ്പാക്ട്സ്, ഫിനാൻഷ്യൽ റിസ്കുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇവരെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. സോ ബെസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ടു ബാങ്കേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്, ബാങ്കേഴ്സിനും ലെൻഡേഴ്സിനും ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? Bankers and lenders can use our ESG risk rating and data as a part of broad analysis of their clients as well as for innovative product solutions such as sustainability linked loans. അതായത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ലെൻഡേഴ്സ് ഒക്കെ നമുക്ക് ഓരോ കമ്പനിക്ക് ലോൺ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കുകളൊക്കെ നോക്കുന്ന ഒന്നാണ് ESG റേറ്റിംഗ്. ഈ ESG റേറ്റിംഗ് എങ്ങനെയാണ്? നല്ല റേറ്റിംഗ് ഉള്ള കമ്പനീസിന് മാത്രമേ അവർ ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. കാരണം ESG റേറ്റിംഗ് ഏറ്റവും കുറവുള്ള കമ്പനീസിന് ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അവർ ഫിനാൻഷ്യലി വെൽ സ്റ്റേബിൾ ആണെങ്കിൽ പോലും അവർക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു ബെസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാനായിട്ട്, ഏത് ഓർഗനൈസേഷന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ ബാങ്കേഴ്സിനെയും ലെൻഡേഴ്സിനെയും ESG റേറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. സോ ESG എന്ന് പറയുന്നത് E ഫോർ എൻവയോൺമെന്റൽ, S ഫോർ സോഷ്യൽ ആൻഡ് G ഫോർ ഗവേണൻസ്. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.